തൃശൂർ നീണ്ടൂരിൽ അമ്മയെയും മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തങ്ങൾപ്പടി സ്വദേശി രേഖ, മകൾ ആരതി എന്നിവരാണ് മരിച്ചത്. ഇൻസ്പെക്ടർ ലൈജുമോൻ, SI ജബ്ബാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് മേൽനടപടി സ്വീകരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മേത്തലപ്പാടം സ്വദേശി സലീഷ് കുമാറാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ സലീഷിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് മരണമടയുകയായിരുന്നു. തൃശൂർ കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ യുവാവിനെ വീട് കയറി മർദ്ദിച്ചതായി പരാതി. ചിറ്റഞ്ഞൂർ സ്വദേശി ധീരജിനാണ് മർദ്ദനമേറ്റത്. അയൽവാസിയായ നിജേഷാണ് ആക്രമിച്ചതെന്ന് ധീരജ്. തൃശൂർ കുന്നംകുളം ഒല്ലൂരിൽ 103 ഗ്രാം MDMA-യുമായി യുവാക്കൾ പിടിയിൽ. കാണിപ്പയ്യൂർ സ്വദേശി വിഷ്ണു, അടുപ്പൂട്ടി സ്വദേശി ശരത് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ പുന്നയൂർകുളത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. ചമ്മന്നൂർ സ്വദേശി സുധാകരനാണ് പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോട്ടയം പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ ഇടപാടുകളെക്കുറിച്ച് നടത്തുന്ന സർവേക്ക് തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ സർവേയുടെ ചോദ്യാവലി പൂരിപ്പിച്ച് തുടക്കം കുറിച്ചു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം ആളുകളുടെ മാനസിക, ശാരീരിക മേഖലകളിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവേ. ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മുണ്ടക്കയം വ്യാകുലമാതാ ഫെറോന പള്ളി. 2025 ഫെബ്രുവരി 22 ശനിയാഴ്ച വൈകിട്ട് 6:30 സുവർണ ജൂബിലി മഹാസമ്മേളനം നടക്കും. ചടങ്ങിൽ മാർ ജോസ് പുളിക്കൽ ജൂബിലി സ്മാരക ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിക്കും. ബാലോത്സവം സംഘടിപ്പിച്ച് തലയോലപ്പറമ്പ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ ശാഖ. കളയത്തുംകുന്ന് വിശ്വകർമ്മ നഗറിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സഞ്ചരിക്കുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനം നടന്നു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മലപ്പുറം പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ഫിഷ് ലോഡിംഗ് ഏരിയയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം ഹാർബറിലെ വിവിധ വികസന പദ്ധതികളുടെ ഭാഗമായാണ് നിർമ്മാണം. 18 കോടി രൂപ ചിലവിലാണ് പദ്ധതികൾ പുരോഗമിക്കുന്നത്. മലപ്പുറം പൊന്നാനിയിൽ ഉപേക്ഷിച്ച ബാഗിൽ നിന്നും 2.5 കിലോ കഞ്ചാവ് കണ്ടെത്തി. തൃത്താല റോഡിലെ മാവിൻചോട് ബസ് സ്റ്റോപ്പിന് സമീപത്തായാണ് ബാഗ് കണ്ടെത്തിയത്. ബാഗിനുള്ളിൽ 3 കവറുകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആരോപണ വിധേയനായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുകേഷ് MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചിന്നക്കടയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പ്രസ്താവന. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ മുകേഷിന്റെ കോലം കത്തിച്ചു. തിരുവനന്തപുരം ശ്രീനാരായണ ഗുരു യൂണിവേഴ്സൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ കോളേജ് തലത്തിലെത്തിക്കുവാനുള്ള ഭൗതിക വിനിമയത്തിനുള്ള ധാരണാപത്രം കൈമാറി. ചടങ്ങ് ശ്രീനാരായണ ഗുരു അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ S ശിശുപാലൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടികളോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം ബാലഗോകുലം ജില്ലാ സഹകാരി MS സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ വിശിഷ്ട വ്യക്തികൾക്ക് ആദരം. തൃശൂർ പുലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ് കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും 4ാം വാർഡ് ADSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് MG ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു.